Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് K2 2024 സ്കീം S3 മാത്സ് ഗ്രൂപ്പ് ബി ആൻഡ് സിയിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻസ് ആണ്. മൊഡ്യൂൾ 3 ആണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ലൈൻ ഇന്റഗ്രൽ ln z dz where c is the unit circle mod z equal to 1. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാനാണ്. ലോഗ് z ആണ് ഫംഗ്ഷൻ. ഏതാ കോണ്ടൂർ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ സി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ ആയ കാരണം നമുക്ക് മോഡ് സെഡ് ഈക്വൽ ടു 1 എങ്ങനെ എഴുതാം? സെഡിനെ നമുക്ക് ഇ റേസ് ടു ഐ ടി എന്ന് എഴുതാം അല്ലെ? നമ്മൾ പോളാർ ഫോമിൽ എഴുതിയിട്ടുള്ളതാണ് സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ടി. വേർ ടി വേരീസ് ചെയ്യുന്നത് സർക്കിൾ ആയ കാരണം 0 to 2π ആണ്. അപ്പൊ സെഡ് ഈക്വൽ ടു ഇ റേസ് ടു ഐ ടിനെ ഡി സെഡ് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടും? ഡി സെഡ് ഈക്വൽ ടു ഐ ഇ റേസ് ടു ഐ ടി ഡി ടി. ഇതൊക്കെ എന്തിനാ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഇന്റഗ്രേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ലോഗ് സെഡ് ഡി സെഡ് എന്നുള്ളത് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 2π ലോഗ് സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? അത് ലോഗ് സെഡ് എന്ന് പറഞ്ഞാൽ ലോഗ് ഇ റേസ് ടു ഐ ടി. അപ്പൊ ലോഗ് ഇ റേസ് ടു ഐ ടി എന്ന് പറഞ്ഞാൽ ഐ ടി തന്നെയാണ് അല്ലെ? ലോഗ് എ റേസ് ടു എം ഈക്വൽ ടു എം ലോഗ് എ ആണ്. ഇവിടെ ലോഗ് ഇ എന്ന് പറയുന്നത് 1 ആയ കാരണമാണ് ഐ ടി മാത്രം വന്നത്. ഐ ടി ലോഗ് ഇ എന്നാണ് വരിക. ലോഗ് ഇയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് വരും? ഇന്റഗ്രൽ ലോഗ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2π ലോഗ് സെഡിനെ ഐ ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഡി സെഡ് എന്ന് പറയുന്നത് ഐ ഇ റേസ് ടു ഐ ടി ഡി ടിന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. ഇനി നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഐ ഇൻറ്റു ഐ സ്ക്വയർ ഈക്വൽ ടു -1 ആണ്. ഇന്റഗ്രൽ 0 to 2π ടി ഇ റേസ് ടു ഐ ടി ഡി ടി. ഇതിനെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് വെച്ച് ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യുന്നില്ല, ബെർണോളിസ് ഫോർമുല യൂസ് ചെയ്താലും മതി. കാരണം ടി എന്ന് പറയുന്നത് ഒരു ആൾജിബ്രിക് ഫംഗ്ഷൻ ആണ്. അപ്പോൾ എളുപ്പത്തിൽ കിട്ടും. ആ മൈനസ് സൈൻ ബ്രാക്കറ്റിന് പുറത്ത് എഴുതിയിരിക്കുകയാണ് ടി. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ടിയും എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് സെക്കൻഡ് ഫംഗ്ഷൻ. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഈ ടിയുടെ ഡെറിവേറ്റീവ് എടുക്കുക, ഈ ഇ റേസ് ടു ഐ ടിയുടെ ഇന്റഗ്രേഷൻ നടത്തുക. ഇതിനെ വിതിന്റെ ലിമിറ്റ് 0 to 2π. That is ലിമിറ്റ് ടിക്ക് 2π കൊടുത്താൽ 2π ഇ റേസ് ടു ഐ 2π ഡിവൈഡഡ് ബൈ ഐ പ്ലസ് ഇ റേസ് ടു ഐ 2π ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ എന്താണ്? -1 ആണ്. -1ഉം ഈ -1ഉം ചേർന്ന് ഇവിടെ പ്ലസ് ആയി. ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ ടിക്ക് 0 കൊടുത്താൽ ഈ ടി മൊത്തം 0 ആവും. ഇവിടെ 0 വന്നാൽ ഇ റേസ് ടു 0 1 ആണ്. ദാറ്റ് ഈസ് -1 വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റിലെ -1 ആണിത്. ഇനി നമുക്ക് ഈ മൈനസ് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ -1 ഓൾറെഡി ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഐ സ്ക്വയർ -1 ആണ്. ആ മൈനസും ഈ മൈനസും പ്ലസ് ഓൾറെഡി പ്ലസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. ദെൻ ഇ റേസ് ടു ഐ 2π എന്ന് പറയുന്നത് അങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താണ്? 2π ഐ എന്ന് പറയുന്നത് 1 ആണ്. 2π 1/i എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു -i ആണ്. അപ്പോൾ ആ മൈനസ് ഐയും ഈ മൈനസും കൂടി പ്ലസ് ആയിട്ട് 2π ഐ ഇ റേസ് ടു 2π ഐ മൈനസ് ഇവിടെ പ്ലസ് ഈ മൈനസും ചേർന്ന് മൈനസ് ഇ റേസ് ടു 2π ഐ മൈനസ് മൈനസ് പ്ലസ് വന്നു. അപ്പോൾ ഇവിടെ 2 ഇ റേസ് ടു 2π ഐ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഇത് 2π ഐ മാത്രമാവും. ഇവിടെ ഇ റേസ് ടു 2π ഐ 1 ആണ്. ആ 1ഉം -1ഉം ആഡ് ചെയ്തിട്ട് ഇത് 0 ആയി പോവും. ലാസ്റ്റ് ആൻസർ 2π ഐ ആണ്. Using Cauchy's integral formula, evaluate closed line integral z square by z square minus 1 dz, where c is the unit circle of unit radius and center at z equal to 1. അപ്പോൾ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ട് ഈ ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കോണ്ടൂർ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. യൂണിറ്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് യൂണിറ്റ് 1 ആയിരിക്കും. ഇതിൽ സെന്ററും 1 ആണ്. Then z square, അപ്പോൾ z square by z square minus 1 എനിക്ക് z square divided by z minus 1 into z plus 1 എഴുതാം. അപ്പോൾ ഈ ഫംഗ്ഷൻ സിംഗുലർ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? z ഈക്വൽ ടു 0 ചെയ്താൽ മതി. z minus 1 ഈക്വൽ ടു 0, z plus 1 ഈക്വൽ ടു 0 കൊടുത്താൽ മതി. z ഈക്വൽ ടു 1ഉം z ഈക്വൽ ടു -1ഉം ആണ് സിംഗുലർ പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന കോണ്ടൂറിന്റെ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ ഈ പോയിന്റ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ കോണ്ടൂർ മോഡ് സെറ്റ് -1 ഈക്വൽ ടു 1 ആണ് അല്ലെ? റേഡിയസ് 1ഉം സെന്റർ ഒറിജിൻ അല്ല. സെന്റർ 1 ആയ കാരണമാണ് മോഡ് സെറ്റ് -1 വന്നത്. ഇനി z ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 1 - 1 0 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 1. യൂണിറ്റ് റേഡിയസിന്റെ 1നേക്കാളും കുറവാണ്. അപ്പോൾ ഈ പോയിന്റ് ലൈസ് ഇൻസൈഡ് ദ സർക്കിൾ. ഇനി z ഈക്വൽ ടു -1 ആണെങ്കിലോ അത് 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. അത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആണ്. അപ്പോൾ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം നമുക്ക് എന്ത് എഴുതാം? കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല എന്ന് പറഞ്ഞാൽ
integral over c f of z by z minus a dz equal to 2 pi I into f of a എന്നാണ്. അതിൽ ആ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് എ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ നമുക്ക് ആ പോയിന്റ് എന്താണ്, z ഈക്വൽ ടു 1 ആണ്. ഇപ്പൊ നോക്കാം, ഇപ്പൊ z മൈനസ് 1 ഇൻറ്റു z പ്ലസ് 1 z ഈക്വൽ ടു 1, അതായത് z മൈനസ് 1 എന്നുള്ള ഫാക്ടർ ആണ് ഉള്ളിലുള്ള ഇൻസൈഡ് ദ സർക്കിൾ, z പ്ലസ് 1 ഔട്ട് സൈഡ് ആണ്. അപ്പൊ അതിന് നമുക്ക് ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകാം. ദാറ്റ് ഈസ് z സ്ക്വയർ ബൈ z പ്ലസ് 1. അതാണ് എഫ് ഓഫ് z എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് z ബൈ z മൈനസ് 1 dz വിച്ച് ഈസ് ഈക്വൽ ടു കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം 2 pi I ഇൻറ്റു എഫ് ഓഫ് 1. ഇവിടെ ഏത് ടേം ആണോ, എ എന്ന് പറയുന്നത് 1 ആണ്, എഫ് ഓഫ് 1. അപ്പോൾ എഫ് ഓഫ് സെഡിലെ എന്ന് പറഞ്ഞാൽ സെഡ് സ്ക്വയർ ബൈ സെഡ് പ്ലസ് 1 ആണ്. ആ സെഡിനെ 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അപ്പോൾ 1/2 വരും. 2 pi I ഇൻറ്റു 1/2, 2 കട്ടായി pi I ആണ് കറക്റ്റ് ആൻസർ. Evaluate line integral mod z square dz where c is the circle mod z equal to 2. അപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. mod z equal to 2 എന്ന് പറയുന്ന സർക്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ കോണ്ടൂർ എന്ന് പറയുന്നത് mod z equal to 2 ആണ്. അപ്പോൾ സെറ്റിനെ എനിക്ക് r e raised to I theta എന്ന് എഴുതാം. ഇവിടെ r എന്ന് പറയുന്നത് റേഡിയസ് 2 ആണ്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 e raised to I theta ആണ്. തീറ്റ വേരി ചെയ്യുന്നത് 0 to 2 pi ആണ്. dz എന്ന് പറഞ്ഞാൽ എന്ത് വരും, 2i e raised to I theta d theta വരും. അപ്പോൾ ഇന്റഗ്രൽ ഓവർ സി മോഡ് സെഡ് സ്ക്വയർ dz എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ 0 to 2 pi മോഡ് സെഡ് സ്ക്വയർ എന്ത് വരും, മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ r സ്ക്വയർ വരും, ദാറ്റ് ഈസ് 2 സ്ക്വയർ. 4 dz എന്ന് പറഞ്ഞാൽ 2i e raised to I theta d theta. 2 സ്ക്വയർ ഇൻറ്റു 2 8 ആണ്. അവിടെ i ഇവിടെ പുറത്തോട്ട് വന്നു. ഇന്റഗ്രൽ 0 to 2 pi e raised to I theta d theta. e raised to I theta നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ e raised to I theta by I within the limit 0 to 2 pi. അപ്പർ ലിമിറ്റ് ഐയും കട്ടായി പോകും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, e raised to 2 pi I മൈനസ് e raised to 0. രണ്ടിന്റെയും വാല്യൂ 1 ആണ്. e raised to 0യും 1 ആണ്, e raised to 2 pi Iയും 1 ആണ്. 1 മൈനസ് 1 0 ആണ്. അപ്പോൾ 8 into 0 0 ആണ്. അപ്പോൾ ഇന്റഗ്രലിന്റെ വാല്യൂ 0 ആണ്. Evaluate line integral e raised to minus z by z plus 1 dz where c is the circle mod z equal to 2. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സർക്കിള് mod z equal to 2 ആണ്. ഫംഗ്ഷൻ e raised to minus z by z plus 1 ആണ്. ഇതിന്റെ സിംഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ z equal to minus 1 ആയിരിക്കും. z plus 1 equal to 0 കൊടുത്താൽ z equal to minus 1 ആണ്. ഇനി z equal to minus 1 ഈ കോണ്ടൂറിന്റെ ഉള്ളിലാണോ പുറത്താണോ നോക്കാം. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് 1ന്റെ മോഡുലസ് 1 ആണ്. 1 ഈസ് ലെസ് ദാൻ 2 ആണ്. ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ. അപ്പോൾ കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ ഡി സെഡ് ഈക്വൽ ടു 2 pi I ഇൻറ്റു എഫ് ഓഫ് എ ആണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്, മൈനസ് 1 ആണ്. എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു മൈനസ് സെഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് എ ദാറ്റ് ഈസ് എഫ് ഓഫ് മൈനസ് 1 ഇ റേസ് ടു 1 e raised to minus of minus 1 e raised to 1 ആവുന്നതാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രലിന്റെ വാല്യൂ e raised to minus z by z plus 1 dz എന്ന് പറഞ്ഞാൽ 2 pi I ഇൻറ്റു എഫ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇൻറ്റു എ. അപ്പോൾ 2 pi e I എന്നാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. Evaluate closed integral line integral cos pi z square by z minus 1 into z minus 2 dz where contour is mod z equal to 3. അപ്പോൾ ഇത് z minus 1 z minus 2 equal to 0 ഇക്വേറ്റ് ചെയ്യുക. z equal to 1 z equal to 2 വരും. ഇതിലെ രണ്ട് പോയിന്റ്സും ഈ mod z equal to 3 ഇൻസൈഡ് ദ സർക്കിൾ ആണ്, ഇൻസൈഡ് ദ ഗിവൺ കോണ്ടൂർ ആണ്. അപ്പോൾ 1 by z minus 1 into z minus 2 എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. a by z minus 1 plus b by z minus 2. ഇതിനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വഴി ചെയ്യുമ്പോൾ 1 equal to a into z minus 2 plus b into z minus 1 വരും. z ന് 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ b യുടെ വാല്യൂ കിട്ടും. ഈ 2 minus 2 a യുടെ വാല്യൂ 0 ആയി പോകും. b എന്ന് പറഞ്ഞാൽ 2 minus 1 1 equal to 1 ദാറ്റ് ഇസ് b equal to 1 വരും. z ന് 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ b യുടെ ടേം ഈ ടേം 0 ആയി പോകും. അപ്പോൾ 1 minus 2 minus 1 a minus a equal to 1 a equal to minus 1 വരും. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി കഴിഞ്ഞു. ദാറ്റ് ഈസ് കോസ് പൈ സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 1 സെഡ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ്, ഈ മൈനസ് ആണ് ഇവിടെ മൈനസ് ആവുന്നത്. മൈനസ് കോസ് പൈ സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 1 പ്ലസ് കോസ് പൈ സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 2. ഇനി കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പ്രകാരം ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 pi I എഫ് ഓഫ് എ ആണ്. അപ്പോൾ ഇന്റഗ്രൽ ഇതിലിപ്പോൾ രണ്ടും ബോത്ത് ലൈസ് ഇൻസൈഡ് ദ കോണ്ടൂർ ആയ കാരണം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സ്പ്ലിറ്റ് ഇന്റഗ്രൽ ഓവർ സി മൈനസ് കോസ് പൈ സെഡ് സ്ക്വയർ ബൈ സെഡ് മൈനസ് 1
dz plus integral cos pi z square by z minus 2 dz പാർഷ്യൽ ഫ്രാക്ഷൻ വഴി കിട്ടിയ ഈ ആൻസർ ഇത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. ഇവിടെ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ കോസ് പൈ സെഡ് സ്ക്വയർ ആണ്. ആദ്യം സെഡ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇതിന്റെ വാല്യൂ മൈനസ് 2π ആയി കോസ് പൈ ഐ ഇവിടെ സെഡിന് ആ മൈനസ് അല്ല 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. അപ്പൊ കോസ് പൈ -1 ആണ്. ആ മൈനസും ഈ മൈനസും ചേർന്ന് 2π ആയി വരും. ഇനി അടുത്ത ഇന്റഗ്രലിലും ഇതേപോലെ സെഡിനെ നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. അപ്പൊ എന്ത് വരും? കോസ് പൈ ഇൻറ്റു 2ന്റെ വരും. അപ്പൊ കോസ് 4π എന്ന് പറയുന്നത് എന്ത് വരും? അത് +1 ആണ്. +1 ഇൻറ്റു 2π ആയി വരുമ്പോൾ +2π ആയി വരും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4π ആയി ആണ് ആൻസർ ആയിട്ട് വരിക. Next, evaluate line integral real part of z dz where c is the shortest path from 1 plus I to 3 plus 2i. അപ്പോൾ ഷോർട്ടസ്റ്റ് ഇത് നമുക്ക് ഇന്റഗ്രേഷൻ നടത്തേണ്ട പാത്ത് എന്ന് പറയുന്നത് 1 plus I to 3 plus 2i എന്ന് പറയുന്ന രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ ആണ്. ജോയിനിങ് ദ പോയിന്റ്സ് 1 1 ആൻഡ് 3 2. 1 plus I ഓർഡർ പെയറിൽ എഴുതിയ 1 1 എഴുതാം. 3 plus 2i 3 2 എന്നും എഴുതാം. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ പാത്ത് എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ x minus x1 by x2 minus x1 equal to y minus y1 by y2 minus y1. x1 y1 എന്ന് പറഞ്ഞാൽ 1 1ഉം x2 y2 3 2ഉം ആണ്. അത് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പോൾ നമുക്ക് x minus 1 by 3 minus 1 equal to y minus 1 by 2 minus 1 വരും. 3 minus 1 2 ആണ്. 2 minus 1 1 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x minus 1 equal to 2 times y minus 1. That is x minus 2y equal to minus 1, x equal to 2y minus 1 എന്ന് വരും. dx എന്ന് പറഞ്ഞാൽ 2 dy, dz എന്ന് പറഞ്ഞാൽ എന്ത് വരും? dx plus I dy ആണ് dz. അതിലെ dx-നെ ഞാൻ 2 dy സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് എല്ലാം y-യുടെ ടേംസിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ 2 plus I dy ആണ് dz. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇന്റഗ്രൽ റിയൽ പാർട്ട് ഓഫ് z dz. റിയൽ പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താ? x ആണ്. dz എന്ന് പറഞ്ഞാൽ 2 plus I dy ആണ്. ഞാൻ ഈ x-നെ ഇൻ ടേംസ് ഓഫ് y-ലോട്ട് മാറ്റുകയാണ്. x എന്ന് പറഞ്ഞാൽ 2y minus 1 ആണ്. അപ്പോൾ 2y minus 1 into 2 plus I dy വന്നു. 2 plus I കോൺസ്റ്റന്റ് ടേം ആണ്. അത് ഔട്ട്സൈഡ് എഴുതി ഇന്റഗ്രേറ്റ് ചെയ്യുക. y square by 2 ഉം ഈ 2ഉം കട്ടായി പോകും. y square 1നെ ചെയ്താൽ y വരും. ലിമിറ്റ് 1 to 2 അപ്ലൈ ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 2 square 4 ആണ്. -2 minus 1 square minus 1 മൈനസും മൈനസും +1 ഇത് കട്ടായി പോകും. 4 minus 2 2 ആണ്. 2 times 2 plus I that is 4 plus 2i ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 3-ലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം നല്ല സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലോട് കൂടിയിട്ട് കഴിയുകയാണ്. താങ്ക് യു.